വീണ തൈക്കണ്ടി ഇന്ന് ഇ ഡിയുടെ മുമ്പിൽ ഹാജരായി. ഇന്ന് രാവിലെ 10:30 മണിക്ക് എറണാകുളത്ത് അവരുടെ ഓഫീസിലാണ് ഹാജരായി. കൂടെ അവരുടെ ഹസ്ബൻഡ് മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് അവരെ ഇ ഡിയുടെ ഓഫീസിൽ ഹാജരാക്കിയിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. ഇപ്പോഴും അവിടെ ചോദ്യം തുടരുകയാണ്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളെ പറ്റിയാണ് അവിടെ ചോദിക്കുന്നത്. നേരത്തെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ തിരുവനന്തപുരത്തെ മുൻ മുഖ്യമന്ത്രിയുടെ വാടക വീട്ടിൽ വെച്ച് ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം ഇവിടെ കൊച്ചിയിൽ ഇന്ന് അവർ ഹാജരായി. നേരത്തെ അവർ ഹാജരാകാൻ നിർദ്ദേശം കൊടുത്തപ്പം സുഖമില്ല എന്ന് പറഞ്ഞ് മാറി. ഇപ്പോഴെന്തായാലും ഇന്ന് ഇ ഡിയുടെ മുമ്പിൽ ഹാജരായി. ഏതായാലും അതൊരു നല്ല നീക്കം തന്നെയാണ്. അവർക്ക് പറയാനുള്ളതെല്ലാം പറയാം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ കാഴ്ചപ്പാട് എന്താണ് അത് അവർക്ക് പറയാം. വിശദമായി അവരെ ഇന്ന് ചോദ്യം ചെയ്യും. നാളെയും ചോദ്യം ചെയ്യൽ തുടരാനുള്ള സാധ്യതയുണ്ട്. ഇ ഡിക്ക് അറിയേണ്ടത് 3-4 ഏരിയകളാണ്. കാരണം അവിടെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിലെ കാര്യങ്ങൾ ചോദിക്കും. PML ആക്ട് 2002 പരിധിയിൽ തുടക്കത്തിൽ അതായിരുന്നു അന്വേഷിച്ചത്. അപ്പോൾ അത് പിന്നീട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ഫെമ പ്രകാരം ഏതെങ്കിലും വയലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കും. അതുപോലെ തന്നെ ഫുജിറ്റേറ്റീവ് എക്കണോമിക്സ് ഒഫൻസ് ആക്ട് 2018. ഫുജിറ്റേറ്റീവ് എക്കണോമിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ ഇടപാടുകൾ, അതിനകത്ത് സാമ്പത്തിക തട്ടിപ്പും ഫോറിൻ ഇടപാടും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ അന്വേഷിക്കുന്നത്. അതുപോലെ കോഫി പോസ, കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ട്, ഇതൊക്കെ വരുന്നതാണ് കോഫി പോസ 1974. അതിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ഇവർ ഈ പണം ലഭിച്ചതിന് വിദേശത്തേക്ക് പണം കടത്തിയിട്ടുണ്ടോ, അവിടുന്ന് പണം ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള വിവരം. വിദേശത്തേക്ക് പണം ഇവിടുന്ന് പോയെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ഏത് അക്കൗണ്ടിൽ പോയി, അത് ഇവരുടെ സ്വന്തം അക്കൗണ്ടാണോ, ഇവരുടെ ഏതെങ്കിലും ബിനാമി അക്കൗണ്ടാണോ, അല്ലെങ്കിൽ വിദേശത്തുള്ള ഇവരുമായിട്ടുള്ള ലൈസനുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരാണോ. അപ്പോൾ ഒരു 4 നിയമവകുപ്പിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, ഇപ്പോൾ ഇവിടെ മറ്റ് ചില വാർത്തകളും ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ 17 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം ആ യാത്രയ്ക്ക് ഏകദേശം 74,59,364 രൂപയും ചിലവായിട്ടുണ്ട്. യാത്രയിൽ 4 എണ്ണം ചികിത്സയ്ക്കായിരുന്നു. അമേരിക്കയിലാണ് പോയത്. US യാത്രയ്ക്ക് തന്നെ 3,82,807 രൂപ സർക്കാർ ചെലവിലാണ് പോയത്. അതേസമയത്ത് ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് 17 രാജ്യം സന്ദർശിച്ചതിൽ ഭൂരിപക്ഷവും ഔദ്യോഗികമല്ലാത്തതിനാൽ അതിന് സർക്കാരിൻ്റെ പണമൊന്നും ചിലവാക്കിയിട്ടില്ല എന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആ കൂടെയൊക്കെ തന്നെ മകളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭാര്യയും യാത്ര ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ ഇവരുടെ കൈവശം എത്ര രൂപയുണ്ട്, പിതാവിൻ്റെ കൈവശം എത്ര രൂപ ഉണ്ട്, വിദേശ ഫണ്ട് ഏതെങ്കിലും ലഭ്യമാക്കിയിരുന്നോ, അവിടുത്തെ ചിലവൊക്കെ ആരും നടത്തിയിരിക്കുന്നു, അവിടെ ആരോടൊപ്പമാണ് താമസിച്ചത്, ആ എക്സ്പെൻസസൊക്കെ സർക്കാർ ചിലവിലല്ല ചില യാത്രയിൽ. അപ്പോൾ ആ പണം എവിടുന്ന് ലഭ്യമാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം വരുമ്പം തീർച്ചയായിട്ടും അവർക്കത് പറയാൻ കഴിയില്ലെങ്കിൽ പിതാവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. എന്തായാലും മുൻ മുഖ്യമന്ത്രിയെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം മകളുടെ ചോദ്യം ചെയ്യുമ്പം അതിൻ്റെ ബാക്കി വിവരങ്ങൾ ചിലത്
പിതാവിനെ അറിയത്തുള്ളൂ. പിന്നെ ഭർത്താവിന് അറിയാവുന്ന വിവരങ്ങളും അതും ചോദിക്കാം. മുഹമ്മദ് റിയാസിനെയും ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതുവരെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് ഇവരെ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. കാരണം ഇതിനകത്ത് കരിമണൽ കർത്തായും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹത്തിൻ്റെ മകനെയും അവർ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് കൊടുത്തു. ഭാര്യയെയും മകനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്ത ശേഷം അതുമായിട്ട് കൺഫ്രണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അന്നേരമാണ് കരിമണൽ കർത്തായെ ചോദ്യം ചെയ്തത്. വീണ തൈക്കണ്ടിയുടെ ചോദ്യം ചെയ്യുന്നതിൽ വെളിവാകുന്ന ചില കാര്യങ്ങളുണ്ട്. പണം എങ്ങോട്ട് പോയി, ആരുടെ അക്കൗണ്ടിലൊക്കെ പോയി, അവർക്ക് പറയാൻ പറ്റുമെങ്കിൽ അവർ പറയണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ആ ഭാഗങ്ങളെല്ലാം ഇ ഡി കണ്ടെത്തി കഴിഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം വീണ്ടും കരിമണൽ കർത്തായെ ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്യൽ വീണ വിജയൻ്റെ പൂർത്തിയായില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്തിട്ട് അവരെ പറഞ്ഞു വിടും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം രണ്ടാമത് നോട്ടീസ് കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ദിവസം വരേണ്ട നോട്ടീസ് കൊടുത്തു വിടും, അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അയച്ചു കൊടുക്കും. ഇവരെ അടുത്ത ചോദ്യം ചെയ്യൽ അത് കരിമണൽ കർത്തയെ തന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ചാടിക്കേറി ഒരു അറസ്റ്റിലേക്ക് പോവില്ല. വളരെ വിശദമായ കാര്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. അത് ഈ പണം 1,72,00,000 ആദ്യം കിട്ടിയതും പിന്നെ 2,78,00,000 കണക്കും, അതൊക്കെ കണക്കിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് ലോൺ അനുവദിച്ച 50 ലക്ഷം അതിനകത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തിരിച്ചടച്ചത്, അതിന് 12% വെച്ച് പലിശ ഈടാക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതൊന്നും ഇവരുടെ പണമല്ലല്ലോ. എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കരിമണൽ കർത്തായുടെ പണം തന്നെയാണ്. ഇവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഇങ്ങോട്ട് കിട്ടിയതും ലോൺ എടുത്ത എമൗണ്ട് തിരിച്ചടച്ചതും അവർ കൊടുത്ത പൈസയിൽ തന്നെ തിരിച്ചടക്കിയായിരുന്നു. അപ്പം അതുകൊണ്ട് വീണ വിജയന് തീർച്ചയായിട്ടും ഇതിനകത്ത് അവരുടെ പണം ഒന്നും കരിമണൽ കർത്തായുടെ അങ്ങോട്ടോ അല്ലെങ്കിൽ CMRലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നും ചിലപ്പോൾ നാളെയും കൂടെ ചോദ്യം ചെയ്ത ശേഷം വീണ്ടും കരിമണൽ കർത്തയെ ചോദ്യം ചെയ്ത് കൺഫ്രണ്ട് ചെയ്ത ശേഷം പിണറായി വിജയനെയും മരുമകനെയും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.